ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പങ്കജനാഭ മുകുന്ദ ഹരി വൃന്ദാവന ഗോവിന്ദ ഹരി പങ്കജനാഭ മുകുന്ദ ഹരി വൃന്ദാവന ഗോവിന്ദ ഹരി ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാ സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി മനോരഥോ മദീയോയം
സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ആശാസു ശീതളതരാസു പയോദത്തോയൈഃ ആശാസിതാപ്തിവിവശേഷു സജ്ജനേഷു നൈശാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹ ത്രിജഗതാം ത്വമിഹാവിരാസി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ഭാഗവതാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യലീലകൾ കൊണ്ട് പരിപൂരിതമായ ദശമസ്കന്ധമാണ് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 5-ാം അധ്യായം. അമ്പാടിയിൽ ഒരു ഉണ്ണി ഉണ്ടായത് അറിഞ്ഞ് ആ ശ്രീകൃഷ്ണൻ ഭഗവാനാണെന്നറിയാതെ തന്നെ ഭഗവാന്റെ ജന്മോത്സവം അതിമനോഹരമായിട്ട് ഗോപിമാർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന രംഗം. അതായത് നന്ദഗോപർക്കൊരു ഉണ്ണി ഉണ്ടായ സന്തോഷത്തിൽ ആ നന്ദവ്രജത്തിലുള്ള ഗോപികാമാർ അവരുടെ ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം നടത്തി, ജന്മോത്സവം ആയിട്ട്. അങ്ങനെയുള്ള ആ ജന്മോത്സവത്തിൻ്റെ രംഗം ഇവിടെ വിവരിക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത നന്ദഗോപർ, അതായത് ഒരു കുടുംബത്തിലൊരു ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദീർഘായുസ്സിന് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നൊരു സമ്പ്രദായം നമ്മുടെ സംസ്കാരത്തിലുള്ളതാണ്. അതായത് ഒരു ചെറിയ ചെടി ഉണ്ടെങ്കിൽ അതൊന്ന് വളർന്ന് അപകടം കൂടാതെ നല്ലൊരു നിലനിൽക്കുന്ന ഒരു ചെടിയുടെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പരിചരണങ്ങൾ ആവശ്യമുണ്ട്. വിത്ത് മുളച്ച് തൈയായി അതിന് കോട്ടം തട്ടാതെ വളർന്നു വരണം. കാറ്റ് വന്നാൽ അത് വീണു പോകാതിരിക്കാൻ വേണ്ടി ഊന്നു കൊടുക്കണം. ഇങ്ങനെ പല രീതിയിൽ നമ്മളൊരു ചെടിയെ ശുശ്രൂഷിക്കുന്നത് പോലെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ ശുശ്രൂഷിക്കാൻ മരുന്നുകൾ വേണ്ടിവരും. ശാന്തി ഉണ്ടാക്കിയെടുക്കാൻ, ഗ്രഹങ്ങളൊക്കെ അനുകൂലമാക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഈശ്വരാനുകൂലം ഉണ്ടാക്കണം, അതായത് ദൈവാനുകൂലം ഉണ്ടാക്കണം, ദൈവാധീനം എന്ന് പറയും. അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങൾ പണ്ടുകാലത്ത് ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നന്ദഗോപർ പല പല സൽക്കർമ്മങ്ങളും ചെയ്തു. ഈ ഉണ്ണി ഉണ്ടായതുകൊണ്ട് കടം ബാക്കി വെക്കേണ്ടതില്ല എന്ന് വിചാരിച്ച്
ആ വാർഷിക നികുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കംസന് നികുതി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് മധുരയിലേക്ക്, കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയാണ്, മധുരാപുരിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് വസുദേവരുമായിട്ട് കണ്ടുമുട്ടുന്നു. ശ്രീകൃഷ്ണൻ്റെ പിതാവായിട്ടുള്ള വസുദേവരുമായിട്ട് കണ്ടുമുട്ടുന്നു. ചില കാര്യങ്ങളൊക്കെ അന്യോന്യം പറയുന്നു. ഇതിനിടയിൽ വസുദേവരവിടെ താമസിക്കുകയാണ്. ജയിലറയിൽ നിന്നും കംസനാൽ മോചിപ്പിക്കപ്പെട്ട ദേവകി വസുദേവന്മാരവിടെ സുഖമായിട്ട് കഴിയുകയാണ്. അങ്ങനെയുള്ള സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നൊരു സുഖമുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പൊതുവേ പറയുകയാണെങ്കിൽ കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞാൽ ജയിലറയിൽ നിന്നും മോചിപ്പിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സുഖം. അതിൽ കവിഞ്ഞൊരു സുഖമൊന്നുമില്ല. കാരണം കുട്ടികളെ മുഴുവനും ഈ കംസൻ കൊന്നിട്ടുണ്ട്, പാറക്കിട്ടടിച്ച് കൊന്നു, ദുഷ്ടനായ കംസൻ. അങ്ങനെയുള്ള അതികഠിനമായ ദുഃഖത്തിലും ഒരു സുഖം കണ്ടെത്തി. ഇതൊക്കെയാണ് ജീവിതം. ദിഷ്ട്യാ സംസാര ചക്രേസ്മിൻ വർത്തമാന പുനർഭവ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. ഈ ജീവിതം ക്ഷണികമാണ്. ഇതിനിടയിൽ പ്രിയപ്പെട്ടവരെ കാണുന്നത് തന്നെ ശ്രേഷ്ഠമാണ്. എൻ്റെ മകൻ രോഹിണിയുടെ പുത്രൻ അങ്ങയാണ് അച്ഛനെന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നില്ലേ എന്നൊരു ചോദ്യം വസുദേവര് നന്ദഗോപരോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിച്ച കഥകളാണ്. വൈശാഖ മാസത്തിലെ, മേടമാസത്തിലെ അക്ഷയ തൃതീയയിൽ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സാക്ഷാൽ ആദിശേഷൻ ബലരാമസ്വാമി മുൻപേ തന്നെ ജനിച്ചിരിക്കുന്ന രോഹിണി പുത്രനായിട്ട്, ആ ഉണ്ണി ജനിച്ചപ്പോഴേ തന്നെ ഉണ്ണിക്കറിയുന്ന അച്ഛൻ നന്ദഗോപരാണ്, അമ്മ രോഹിണിയാണ്. ദേവകിയിലെ 7ാമത്തെ ഗർഭത്തെ സാക്ഷാൽ യോഗമായ മധുരാ ജയിലറയിൽ നിന്നും മാറ്റിയതാണെന്നുള്ളത് രഹസ്യമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് വസുദേവർക്കും നന്ദഗോപർക്കും ഈ രഹസ്യം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ മകൻ അങ്ങയെ അച്ഛനെന്ന് വിചാരിച്ച് സ്നേഹത്തോടുകൂടി പരിലാളനകളേറ്റ് കഴിഞ്ഞുകൂടുന്നില്ലേ എന്ന് ബലരാമൻ്റെ ഒരു കുശലാന്വേഷണം നടത്തി. എന്നിട്ട് വീണ്ടും പറയുന്നു, അങ്ങയ്ക്ക് നന്ദഗോപർ പറയുകയാണ് വസുദേവരോട്, അങ്ങയ്ക്ക് കുട്ടികളൊക്കെ ഉണ്ടായി, ആ കുട്ടികളെ മുഴുവൻ ഈ ദുഷ്ടൻ പാറക്കിട്ടടിച്ചു കൊന്നു എന്നൊക്കെ ഞങ്ങളൊക്കെ കേട്ടു, ശരിയല്ലാത്തത് കേൾക്കില്ലല്ലോ എന്നും പറഞ്ഞു. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായി എന്നും, കന്യാസാപി ദിവംഗത, ആ പെൺകുട്ടി ആകാശത്തിലേക്ക് പറന്നു പോയി എന്നും കേൾക്കാനിടവന്നു. ശരിയല്ലേ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അന്യോന്യമുള്ള സംഭാഷണമാണ്. അഹോ തേ ദേവകീ പുത്ര കംസേന ബഹവോഹതാഹ, അങ്ങേക്ക് ദേവകിയിലുണ്ടായ കുട്ടികളെ മുഴുവൻ ഈ കംസൻ കൊന്നില്ലേ? ഏകാവശിഷ്ടാവരജ, ഒരു പെൺകുട്ടി ഉണ്ടായി, കന്യാസാപി ദിവംഗത. കംസന് കൊല്ലാൻ കിട്ടിയില്ല എന്നോ, അതെന്തോ ആകാശത്തിലേക്ക് പറന്നുപോയി, അത്ഭുതം ഉണ്ടായി എന്നൊക്കെ കേട്ടു. എല്ലാം ഈശ്വര നിശ്ചയം. നാമിങ്ങറിയുവതൽപ്പം, എല്ലാം ദൈവ സങ്കല്പം. കൊതിക്കുന്നതല്ല കിട്ടുന്നത്, വിധിക്കുന്നതാണ് കിട്ടുന്നതെന്നുള്ള ബോധത്തോടുകൂടി നമുക്കും കാത്തിരിക്കാം എന്ന് പറയുന്നു. നികുതിയൊക്കെ അടച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഇനി അധികം സംഭാഷണം ചെയ്യുന്നില്ല. നികുതിയൊക്കെ അടച്ചു കഴിഞ്ഞില്ലേ, കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ. എന്തൊക്കെയോ ചില ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യുക, അമ്പാടിയിലേക്ക് പോയിക്കോളൂ, കാരണം അവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് മാത്രം പറഞ്ഞു വസുദേവർക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചിലതൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ വസുദേവരുമായിട്ട് സംഭാഷണം ചെയ്ത നന്ദഗോപർ തിരിച്ച് അമ്പാടിയിലേക്ക് പോകുന്നു.
ആ ഒരു രംഗം വർണ്ണിച്ചു. വസുദേവർ അമ്പാടിയിലേക്ക് പോയ ശേഷം, അതായത് നന്ദഗോപർ അമ്പാടിയിലേക്ക് പോയ ശേഷം വസുദേവർ, അതാണ് ഉദ്ദേശിച്ചത്, വസുദേവർ ഏകാന്തത്തിൽ അവിടെ ഇരുന്ന കൊട്ടാരത്തിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുക എന്നറിയില്ല. ഇന്നലെ ഇവിടെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ പൂതന പ്രത്യേകിച്ചുള്ള ചില കാര്യങ്ങൾ, ചുമതലകളൊക്കെ ഏറ്റെടുത്ത് സഞ്ചരിക്കുന്നതായിട്ടൊക്കെ പറയുന്നതായിട്ട് കേട്ടു കൊട്ടാരത്തിൽ നിന്ന്. ഇനി ഞാൻ എന്തു ചെയ്യും, എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വസുദേവരിവിടെ ചിന്തയിലാണ്ടിരിക്കുന്നു. ഇനി നന്ദഭവനത്തിൽ നടന്ന വിശേഷമാണ് അടുത്ത ഒരു അധ്യായത്തിലൂടെ വർണ്ണിക്കുന്നത്. 6-ാമത്തെ അധ്യായം. ഇവിടെയാണ് പൂതനാമോക്ഷം എന്ന കഥാഭാഗം. പ്രഭാതത്തിൽ കേട്ടാൽ വളരെ വിശേഷമായിട്ടുള്ള കഥാഭാഗമാണ് പൂതനാമോക്ഷം. അത് വർണ്ണിക്കുന്നു. അഥ 6-ോऽധ്യായ. ശ്രീശുക ഉവാച. നന്ദപ്പതിവച ശൗരേർന്നമൃഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണം ഉൽപാദാഗമശങ്കിത കംസേന പ്രഹിതാ ഘോര പൂതനാ ബാലഘാതിനി ശിശൂംശ്ചചാര നിഘ്നന്തി പുരഗ്രാമപ്രജാദിഷു നയത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തു യാതുധാന്യശ്ച തത്ര ഹി സാഖേജര്യേകതോപേത്യ പൂതന നന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശൽ കാമചാരിണീ താം കേശബന്ധവ്യതിഷിക്തമല്ലികം ബൃഹന്നിദംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോല്ലസൽ കുന്തള മണ്ഡിതാനനാം വൽഗുസ്മിതാപംഗവിസർഗവീക്ഷിതൈഃ മനോഹരന്തിം വനിതാം വ്രജൗകസാം അമം സദാംഭോജകരേണ രൂപിണീ ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതം പതിം. പൂതനാമോക്ഷം എന്ന ഭഗവാന്റെ ലീല, അത്യത്ഭുതമായ ഭഗവത് ലീലകൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. സത്യത്തിൽ ആ കൽത്തുറുങ്കിനകത്ത് വെച്ച്, കാരാഗൃഹത്തിൽ വെച്ച് ജനിക്കുമ്പോൾ തന്നെ 4 കൈകൾ കൊണ്ട് അതിസുന്ദരമായിട്ടുള്ള ഭാവത്തോടുകൂടി ദിവ്യങ്ങളായ ആയുധങ്ങളോടുകൂടി ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ തന്നെ ഭഗവാന്റെ അത്ഭുത ലീലകൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ ഭൗതികത്തിൽ കാണുന്ന തരത്തിൽ, ഏവർക്കും കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ ഇതാ 6-ാം ദിവസത്തെ ഒരു അത്ഭുത ലീലയാണ് പൂതനാമോക്ഷം. അത്ഭുത ബാലകൻ്റെ പ്രത്യക്ഷത്തിൽ ഉള്ള ആദ്യത്തെ അത്ഭുത ലീല നന്ദഭവനത്തിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് ശ്രീകൃഷ്ണൻ ജനിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഈ വ്രജവാസികൾ, നന്ദവ്രജവാസികൾ ഭഗവാനെ കാണാനായിട്ട് വരും. ഭഗവാനെ കാണാൻ എന്ന് വിചാരിച്ചല്ല വരുന്നത് കേട്ടോ. പിന്നെന്തിനാ? നന്ദഭവനത്തിൽ, അതായത് നമ്മുടെയൊക്കെ ഭരണാധികാരിയായ നമ്മളെയൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ഈ നന്ദന് ഒരു ഉണ്ണിയുണ്ടായി, നന്ദഗോപർക്കൊരു ഉണ്ണിയുണ്ടായി, ആൺകുട്ടിയുണ്ടായി, നാളത്തേക്കുള്ള ഒരു സന്താനം എന്ന് നമ്മൾ പറയും, തലമുറയാണ്. ആ ഉണ്ണിയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജനങ്ങളൊക്കെ വരികയാണ്.
അത് ഓരോ ദിവസവും അടിച്ചു കയറി, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗുരുവായൂരമ്പലത്തിൽ ആ കണ്ണനുണ്ണിയെ തൊഴാൻ വേണ്ടിയിട്ട് 2 മണിക്ക് മുമ്പായിട്ട് തന്നെ ആളുകൾ വന്ന് നിന്ന്, കുളി കഴിഞ്ഞ് നിന്ന് ഒന്ന് വാകച്ചാർത്ത് തൊഴാനും, അത് കഴിഞ്ഞ് ഒരു നോക്ക് ഏതെങ്കിലും ഒന്ന് സമയത്തൊന്ന് കാണണം എന്ന് വിചാരിച്ച് തൻ്റെ ഉഴവും കാത്ത് പിറകിലായിട്ട് നിൽക്കുന്നത് പോലെ നന്ദാലയം സവലയാ വ്രജതീർ വിരേജു വ്യാലോല കുണ്ടല പയോധര ഹാരശോഭാ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത്രയും ജനങ്ങളങ്ങനെ വന്ന് 2-ാം ദിവസം ആകുമ്പോൾ കുറഞ്ഞു, 3-ാം ദിവസം ആകുമ്പോൾ കുറഞ്ഞു. തിരക്ക് കുറയുകയാണ്. കാരണം ഒരു നോക്ക് കണ്ടിട്ട് വന്നു. അതായത് ഈ ജാതകർമ്മത്തിനിടയിൽ അതായത് പെറ്റ വാലായ്മയുണ്ടാകും. അത് കഴിയുന്നതിനിടയിൽ തന്നെ വന്നു ഉടനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ഒരു പ്രാവശ്യം വന്നു പോയി. അങ്ങനെ വന്നവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരക്കുകളൊക്കെ കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ നന്ദ ഭവനത്തിലേക്ക് തിരക്കൊക്കെ കുറഞ്ഞു. യശോദാമ്മ ഉണ്ണിയുടെ ശുശ്രൂഷകൾ, രാവിലെ വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഉണ്ണിയെ ഒന്ന് കുളിപ്പിച്ച്, കുട്ടിക്കാണ് പ്രാധാന്യം കൊടുക്കുക. തൻ്റെ ശരീരത്തെക്കുറിച്ച് മറന്നിട്ടും താൻ ഉറങ്ങിയില്ലെങ്കിലും താൻ ആഹാരം കഴിച്ചില്ലെങ്കിലും താൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാലും ഈ ആറ്റുനോറ്റുണ്ടായ ഉണ്ണിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഓരോ അമ്മമാരും എപ്രകാരമാണോ കൊച്ചുകുട്ടികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക, അതുപോലെയാണ് ഈ അമ്പാടിയിലുണ്ടായ ഉണ്ണിയെ ബന്ധുക്കളും ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും യശോദാമ്മ ശുശ്രൂഷിക്കുന്നതും ആ ഒരു ഭാവത്തിലാണ്. യശോദാമ്മയ്ക്ക് കുളിക്കാൻ സമയം കിട്ടിയില്ല. രാവിലെ സൂര്യോദയം കഴിഞ്ഞിട്ടും ചൂടുവെള്ളമൊക്കെ വെച്ച് പ്രസവം കഴിഞ്ഞ ആ ശുശ്രൂഷയിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഈ ഉണ്ണിക്ക് ഇന്ന് രാവിലെ നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ എടുത്ത് താലോലിക്കുന്ന സമയത്ത് കരച്ചിലൊന്ന് നിർത്തും, വീണ്ടും കിടത്താൻ നോക്കുമ്പോൾ വീണ്ടും കരയും. ആളുകളൊക്കെ വരാൻ സമയം പിടിക്കും. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ സാധിച്ചില്ല. ഈ ഉണ്ണിയുടെ നിലവിളി കേട്ടുകൊണ്ട് കുളിക്കാൻ പോകാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഓരോ ദിവസവും സാധാരണ ഇങ്ങനെയുള്ള അനേകം ഗോപന്മാരും ഗോപികമാരും ഒക്കെ കാണാൻ വരുവേ. അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് അവരൊക്കെ കാണുമ്പോൾ ദൃഷ്ടിദോഷം ഉണ്ടാകും. ദൃഷ്ടിദോഷം അത് വലിയൊരു ദോഷമാണ്. ചിലർക്കൊക്കെ ചിലരുടെ നാക്കിനും ചിലരുടെ വാക്കിനും ചിലരുടെ ദൃഷ്ടിക്കൊക്കെ ദോഷമുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ആ ദോഷമുള്ളതുപോലെ ഗുണവും ഉണ്ടാകും. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കും, മംഗളം ഒക്കെ നേരെയാവും, ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് ഫലിക്കും. നേരെയാവാതെ പോട്ടെ എന്ന് പ്രാഗിക ശാപവാക്കുകൾ പറഞ്ഞാൽ നേരെയാവാതെ പോകും. ചില ആൾ പറഞ്ഞാലേ ഉള്ളൂ കേട്ടോ. എന്താ കാരണം? ഈ ചില ആളുടെ വാക്കിന് ശക്തിയുണ്ട്. ആളുകൾ പലതും പറയും, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ഫലിക്കും എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നല്ല ഉദ്ദേശിച്ചത്. അവരുടെ ഒരു പ്രഭാവം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ദൈവികമായിട്ടുള്ളതാണ്. അതുപോലെ ചിലർക്കൊക്കെ ഉണ്ട്. അതെങ്ങനെ മനസ്സിലാകുമെന്ന് വിചാരിച്ചാൽ, ഒരാൾ വന്ന് ഒരു സ്ഥലത്ത് വന്നു അത്രേ. അപ്പോൾ ഒരു നല്ലൊരു ചെടി ഉണ്ടായിരുന്നു. ഒറ്റ ചെടിയാണ്. അത് പടർന്നിങ്ങനെ പന്തലിച്ച് നല്ലൊരു പന്തൽ പോലെ ആയിട്ടുണ്ട്. മുറ്റത്തൊക്കെ വേറെ പന്തലൊന്നുമില്ല, മനോഹരമായിട്ടുണ്ട്. നല്ല കായ്കളൊക്കെ ഉണ്ട്, നല്ല ഇതാണ്. അപ്പോൾ അവർക്കിത് കണ്ടപ്പോൾ ആ വന്ന ആൾക്ക് കണ്ടപ്പോൾ അത്ഭുതമായി. പലരും വന്നിട്ടുണ്ട്, എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കും പോവുകയൊക്കെ ചെയ്യും. ഇവരും അതുപോലെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവർ പറഞ്ഞു, ഇതൊക്കെ ഒരു ചെടിയിൽ നിന്നാണോ?
നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്തായി, കുഴപ്പമൊന്നുമില്ല, അവരങ്ങോട്ട് പോയി. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് വാട്ടം തുടങ്ങി, ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ചെടിക്ക് ഉണക്കം വന്നു. ഇതിനാണ് സാധാരണഗതിയിൽ ചിലരുടെ ദൃഷ്ടി ദോഷമെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉണ്ടത്രേ. അത് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ, ചില പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ദൃഷ്ടി അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചില കോലങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, ഈ കുട്ടിയെ പലരും വന്ന് കാണുകയും അടുത്ത് പെരുമാറുകയും ചെയ്യുമ്പോൾ ദൃഷ്ടിദോഷം ഉണ്ടാകുമെന്നും, കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് ആളുകളെ അടുത്ത് പെരുമാറരുതെന്നൊക്കെ പ്രമാണമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അമ്മൂമ്മമാരൊക്കെ മുളകും കടുകൊക്കെ ആയിട്ട് കുറേ ഇലകളൊക്കെ, ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് ഉഴിഞ്ഞ് അടുപ്പിലിടും. എന്നിട്ട് ആ ഞെട്ടൊക്കെ ഒടിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം തീരുമെന്നൊക്കെയാണ്. ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ടും അത്തരത്തിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പക്ഷെ അതൊന്നും വേണ്ടതുപോലെ ഫലിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ലയോ എന്ന് യശോദാമ്മയ്ക്കൊരു സംശയമായി. എന്താ വേണ്ടതെന്നറിയാതെ യശോദാമ്മ അങ്ങനെ കാത്തുനിന്നു. ഉണ്ണിയുടെ കരച്ചിൽ എടുത്തപ്പോൾ കുറയുന്നു, കിടത്തുമ്പോൾ വീണ്ടും കൂടുന്നു. അങ്ങനെ ആ ഉണ്ണിയെ ഇനി കിടത്തണോ മടിയിലിരുത്തണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യശോദാമ്മ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ പരിങ്ങി കളിക്കുമ്പോഴാണ് ഒരു സുന്ദരിയായ ഗോപിയുടെ വരവ്. അതായത് രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ചിലരൊക്കെ വരുന്നുണ്ടല്ലോ, അതുപോലെ അന്നും വരുന്നതായിരിക്കും എന്ന് വിചാരിക്കാനേ തരവുള്ളൂ, സാധ്യതയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ തന്നെ അതിസുന്ദരിയുടെ വേഷത്തിൽ ആണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ഗോപിയാണ്. താം കേശബന്ധവതിഷിക്തമല്ലികാം ബൃഹന്നിതംബസ്തന കൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണ ത്വിഷോല്ലസൽ കുന്തളമണ്ഡിതാനനാം. തലമുടിയൊക്കെ ഇങ്ങനെ മടഞ്ഞിട്ട് അതിൽ നല്ല പിച്ചകപ്പൂവ് ഒക്കെ ഇങ്ങനെ മാല 2 ഭാഗത്തായിട്ട് കോർത്ത് കെട്ടി, മനോഹരമായ വസ്ത്രം, സെറ്റ് സാരി എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിമനോഹരമായ വസ്ത്രം ധരിച്ച് നല്ല കർണഭൂഷണങ്ങളോട് കൂടിയിട്ട് ഇവിടെ നല്ല കൂട് പോലെ വലിയൊരു കൂടുണ്ട്, 2 ഭാഗത്തായിട്ട് 2 കൂട് ഒക്കെ, കാതിൽ കർണഭൂഷണങ്ങളൊക്കെ ആയിട്ട്, വാലിട്ട് കണ്ണെഴുതി, പഴയകാലത്തുള്ള സമ്പ്രദായമാണ്. മനോഹരന്തീം, മനസ്സിനെ ഹരിക്കുന്ന വേഷവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു വനിത, വ്രജൗകസാം, വ്രജത്തിലെ ഒരു വനിതയുടെ, അതായത് വ്രജവാസിയായ ഒരു ഗോപികയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വേഷത്തോടു കൂടിയിട്ട്, അതിസുന്ദരമായ രൂപത്തോടു കൂടിയിട്ട് ഇവിടെ വന്നു, യശോദയുടെ സമീപത്ത് വന്ന് ആ സമീപത്തങ്ങ് വന്നു, ആ വരാന്തയിലേക്ക് കയറി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പറയുന്നു യശോദയോട്, എൻ്റെ യശോദ എന്തിനു പറയുന്നു, 5 ദിവസമായിട്ട് ഞാൻ വരണം എന്ന് വിചാരിച്ചു, എനിക്ക് സാധിച്ചില്ല, ഇന്നാണ് സാധിച്ചത്. ഏതായാലും വന്നില്ലേ, ഉണ്ണിയുള്ളിടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വന്ന ഉടനെ തിരിച്ചു പോകാൻ എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് കുട്ടികളും അത്ര ഇഷ്ടമാണ്, ഞാനിന്ന് ഉച്ചയ്ക്കേ പോകുന്നുള്ളൂ, ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ കുളിച്ചില്ലേ, നിൻ്റെ കുളി കഴിഞ്ഞില്ലേ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, രാവിലെ മുതൽ ഇന്ന് ഇങ്ങനെയാണ്, ഇപ്പോഴും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, ഇനി എന്നാൽ പോയിട്ട് കുളിച്ചിട്ട് വന്നോളൂ, കുട്ടിയെ ഞാൻ നോക്കിക്കോളാം, പിന്നെ കുട്ടിയുടെ അടുത്ത് ഞാനിരുന്നാൽ കുട്ടികൾക്ക് പൊതുവെ എങ്ങനെയാണ് വലിയ സന്തോഷമാണ്, കരയാറൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഉണ്ണിയുടെ അടുത്ത് തന്നെ ഈ വ്രജവാസിയായ ഗോപിക ഇരിക്കുന്നു. ഇതാരാണെന്ന് പേരൊന്നും പറഞ്ഞില്ല, അതാണ് സാക്ഷാൽ പൂതന എന്ന രാക്ഷസി. ആ രാക്ഷസിയാണ് വന്നത്, വേഷം മാറി ആ വ്രജത്തിലുള്ള സാധാരണ ഒരു ഗോപികയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ. യശോദാമ്മയ്ക്ക് യാതൊരു സംശയമില്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു ഗോപി അലങ്കരിച്ചു കൊണ്ടുള്ള
നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു ഗോപി വന്നതുപോലെ തോന്നുള്ളൂ, ഒരു പ്രത്യവാസിയായിട്ടുള്ള അമ്മ വന്നതുപോലെ തോന്നുള്ളൂ. മാത്രമല്ല പരിചിതരാണ്. എന്തുകൊണ്ട്? നല്ല പരിചയം നടിച്ചുകൊണ്ട് യശോദയെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ച് വരുമ്പോൾ സംശയം ഉണ്ടാവുകയില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്നു. എന്നാൽ ശരി, ഞാനിപ്പോൾ കുളിച്ച് വന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യശോദാമ്മ കുളിക്കാനായിട്ട് പോകുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങളാണ് ഇനി അടുത്ത കഥാഭാഗത്തിലൂടെ വർണ്ണിക്കുന്നത്. ആ പൂതനയ്ക്ക് ഉണ്ടായ ഭാവമാറ്റം, പൂതന എന്ത് ചെയ്തു, ഭഗവാനെ എടുത്ത് മടിയിലിരുത്തിയ പൂതന പിന്നീട് എന്താണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഇനി അടുത്ത കഥാഭാഗത്തിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം